ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിബി വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സൈഡ് പ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. പക്ഷേ സ്റ്റിച്ചിങ് ഒന്നും ഞാനിതിലിപ്പോൾ കാണിക്കുന്നില്ല. സ്റ്റിച്ച് ചെയ്ത് ഓരോ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പുള്ളത് കാണിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടിപ്പോവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുപോലത്തേത് ചെയ്യാം. ഞാൻ ഇനി അടുത്തത് ചെയ്യുമ്പോഴൊക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൈഡ് പ്ലീറ്റഡ് കുർത്തി ചെയ്യുന്നത്. ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാനിങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് കുർത്തീസൊക്കെ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ലൈനിങ് ആണ് കേട്ടോ ഞാൻ വെട്ടുന്നത്. അപ്പോൾ ലൈനിങ് തുണി ഇങ്ങനെ മടക്കി എടുക്കുകയാണ് ഞാനപ്പോൾ. ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ കുർത്തി തയ്ച്ചപ്പോൾ എങ്ങനെയാണ് തുണി മടക്കേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ ഇങ്ങനെ നീളത്തിന് തുണിയെടുത്ത് സൈഡിലോട്ട് മടക്കി പിന്നെ അത് മേളിൽ നിന്ന് താഴോട്ട് നമ്മുടെ ഇറക്കത്തിനനുസരിച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ എന്താ പറയുന്നത് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഷോൾഡർ 6.5 ആണ്. അപ്പോൾ ഈ സൈഡ് പ്ലീറ്റഡ് കുർത്തി ആകുമ്പോഴത്തേൽ ഇത് നമ്മൾ എന്താ പറയുന്ന 3-4 ടോട്ടൽ ഒരു 6 പാനലായിട്ട് തന്നെയാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ 6.5ൻ്റെ പകുതി 3.25 അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുത്തു. അങ്ങനെ 3.25 എന്ന് പറയുന്നത് 4നോട് അടുപ്പിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അത് മാർക്ക് ചെയ്ത് പോവുകയാണ് കേട്ടോ. അത് താഴെ വരെ നമ്മുടെ ഫുൾ. ഇപ്പോൾ നമ്മൾ ലൈനിങ് എടുക്കുമ്പോൾ എപ്പോഴും മെയിൻ ക്ലോത്തിൽ നിന്നും ഒരു 2 ഇഞ്ച് കുറച്ച് വേണം ലൈനിങ് എടുക്കാനായിട്ട്. അപ്പോൾ ആ ലൈനിങ് ഫുള്ളായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിങ്ങിൽ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈനിങ് അല്ലാതെ തന്നെ നമ്മൾ കുർത്തിക്ക് കട്ട് ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഞാനിത് ഇങ്ങനെ ചെയ്തു. പക്ഷേ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അല്ലാതെ നമ്മൾ സാധാരണ കുർത്തിക്ക് കട്ട് ചെയ്യുന്നത് പോലെ ലൈനിങ് അങ്ങനെ കട്ട് ചെയ്ത് ചെയ്യുന്നതാണ് എളുപ്പവും ഭംഗിയും കാണാൻ. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു. അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് നമ്മൾ ടോപ്പ് കുർത്തി മറിച്ചിടുമ്പോഴത്തേൽ ഈ സ്റ്റിച്ചസ് ഒക്കെ പുറത്ത് കാണും, അല്ലെങ്കിൽ സ്റ്റിച്ചസ് പുറത്ത് കാണത്തില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ അല്ലാതെ തന്നെ സാധാരണ കുർത്തിയുടെ രീതിയിൽ തന്നെ ലൈനിങ് കട്ട് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ആ മേളിൽ നിന്ന് ഏകദേശം 4 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടുന്ന് താഴോട്ട് ഇങ്ങനെ ഈ നമ്മുടെ ആവശ്യമുള്ള ലെങ്ത്ത് വരെ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വരുവാണ് കേട്ടോ. അതിങ്ങനെ ഒരു ലൈൻ കൊടുത്ത് വരുവാണ്. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അവിടെ മാർക്ക് ചെയ്തു കറക്റ്റായിട്ട്. കാരണം താഴോട്ട് നമ്മൾ ആ മെഷർമെൻറ്റ് കറക്റ്റ് എടുത്തുകൊണ്ടിരിക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ പീസ് നമ്മൾ വരച്ചെടുത്തില്ലേ, ആ പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ഞാൻ ഇതൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, സ്ലീവ്സൊക്കെ. അതിനുശേഷം 14 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് അതും കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഇതിൽ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ഇതുകൊണ്ടാണ്, മീൻസ് വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ 6.5 ഷോൾഡർ എടുത്തിട്ട് ആം ഹോളിനും 6.5 കൊടുത്തു. പിന്നെ 14 വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് 14 ഇഞ്ചസ് ആണ്. പിന്നെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്ത് 15 മാർക്ക് ചെയ്ത് നമ്മുടെ എൻ്റെ ചെസ്റ്റ് 9.5 വേസ്റ്റ് മെഷർമെൻറ്റ് 9 ആണ്. അപ്പോൾ അതും മാർക്ക് ചെയ്ത് കൊടുത്ത് അതും കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അത്. എന്നിട്ട് അതിങ്ങനെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ,
എന്നിട്ട് ഈ താഴെയുള്ള ഭാഗം നമ്മൾ പിന്നെയും വേറെ കട്ട് ചെയ്ത് ആ ലൈനിങ് കട്ട് ചെയ്തപ്പോൾ ബാക്കി ഉണ്ടായിരുന്നില്ലേ, അതാണ് ഈ താഴെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതിപ്പോൾ ഇതിൽ കട്ട് ചെയ്യാനുള്ളതല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഇതിൽ വെക്കാത്തത്. എന്നിട്ട് ദാ ഇത് കംപ്ലീറ്റ് ആയിട്ട് മെയിൻ ഫാബ്രിക്കിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. അതും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മേളിൽ ഫോൾഡിങ് ഉണ്ട്, അതും കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ കട്ടിങ്, കണ്ടോ. അപ്പോഴേക്കും ഇത്ര 4 പീസസ് വെച്ച് കിട്ടും. അപ്പോൾ ഫ്രണ്ടിൽ 2 പീസ്, ബാക്കിൽ 2 പീസ്, അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. ടോട്ടൽ ഇത് വരുമ്പോഴത്തേല് ഫ്രണ്ടിലും ഒരു 6 വരും, ബാക്കിലും 6 വരും. അങ്ങനത്തെ ഇതാണ്. കാരണം പാർട്സ് നമ്മൾ നോക്കുമ്പോൾ 1 2 3 4 5 5 പീസസ് വരും കേട്ടോ, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. ഇത് ഇങ്ങനെ നമ്മൾ 2 സൈഡിലോട്ടും ഈ അതിൻ്റെ ബോഡി പാർട്ടും പിന്നെ താഴെയുള്ള അതിൻ്റെ ഒരു കുർത്തി അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്ലിറ്റഡ് കുർത്തിയാണ്. അപ്പോൾ സ്ലിറ്റ് ആ ഒരു നമ്മൾ സൈഡ് പ്ലീറ്റഡ് കുർത്തിയാണ്, സോറി. അപ്പോൾ ആ സൈഡ് പ്ലീറ്റ് ചെയ്യാനുള്ളത് കണ്ടോ, ഇതും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ആ തയ്ക്കുന്നതൊന്നും ഞാൻ കാണിക്കാത്തത് കൊണ്ടാണ് ഇതിലിങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പാർട്ട് വരുന്നത്. അതാണ് ഞാനിതിൽ വെച്ച് കാണിക്കുന്നത്, കണ്ടോ. എന്നിട്ട് അടുത്ത ഭാഗവും ഇതുപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് ഈ ഒരു മേളത്തെ ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം, കണ്ടോ. ഇങ്ങനെ വരും നമ്മുടെ ഫ്രണ്ട് പാർട്ട് എന്ന് പറയുന്നത്. ഫ്രണ്ടും ബാക്കും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സൈഡ് പ്ലീറ്റഡ് കുർത്തിയുടെ ഫ്രണ്ട് പാർട്ട്. എന്നിട്ട് ഇതിലിനി നമ്മൾ ലൈനിങ്ങും കൂടെ ഇതിപ്പോൾ മെയിൻ ഫാബ്രിക് ആണല്ലോ, ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. ജോർജറ്റ് മെറ്റീരിയലാണ്. കുറച്ച് എനിക്ക് ഇത് ഒരു എന്താ പറയുന്നത്, തൊണ്ടയ്ക്കൊക്കെ ഒരു ചെറിയ പ്രശ്നം. ഇപ്പം ഇത്തിരി മഞ്ഞൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പം അതാ ശബ്ദം വല്ലാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ജോയിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതാണ് ആ ലൈനിങ്ങും ഉണ്ടല്ലോ, ആ ലൈനിങ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ലൈനിങ്ങും കൂടെ ചേർത്ത് ഇത് മേളത്തതും താഴത്തും മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരുമിച്ച് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. എല്ലാ പാർട്ടും അങ്ങനെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോയുടെ ഒരു ഇൻട്രോ കണ്ടില്ലേ, ഇത് എൻ്റെ ബ്രദർ ഷിബു ആണ് കേട്ടോ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അവൻ ഗ്രാഫിക്സ് ഡിസൈനറാണ്. അപ്പോൾ അവനാണ് എനിക്ക് ഇങ്ങനെയുള്ള ഇൻട്രോസും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ടൈറ്റിൽ ഇൻട്രോ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഗ്രാഫിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിച്ചാൽ മതി. അപ്പോൾ അവനത് ചെയ്തു തരും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്നവർക്കൊക്കെ ഇങ്ങനെ ഇൻട്രോ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ കമൻറ്റ് ബോക്സിലൂടെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ചിങ് പ്രത്യേകം കാണിക്കുന്നില്ല, ഇത് ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമുള്ള ഭാഗമാണ്. ഇനി അപ്പം ഞാൻ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ സ്ലീവ്സ് ആണ് കേട്ടോ അറ്റാച്ച് ചെയ്യുന്നത്. 3/4 സ്ലീവ്സ്. അപ്പോൾ എനിക്കൊരു 14.5 ഇഞ്ചസ്, 14.5 അല്ല 15 എനിക്ക് ഇത് വേണം, ലെങ്ത്ത് വേണം, ഇറക്കം വേണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 15 വേണമെങ്കിൽ ഒരു 16.5 ടോട്ടൽ ഇത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം മേളിൽ നിന്ന് ഒരു 4
താഴോട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റെ ഹാൻഡ് റൗണ്ട് മാർക്ക് ചെയ്തത് 5.25 ഇഞ്ചാണ് കേട്ടോ. 5.25 ഇഞ്ചാണ് എൻ്റെ ഹാൻഡ് റൗണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കുകയാണ്. മേളിലുള്ളത് 9 ഇഞ്ച് കൊടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ 4 ഇഞ്ച് താഴോട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ, അതിലോട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. ഇതുപോലെ വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്തിട്ട് ഇവിടെ മേളിൽ ഈ 9 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടാനുള്ളതും കൂടെ നമ്മൾ വരച്ചു കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ഇതിൽ സ്റ്റിച്ചിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്. ഇതിലിപ്പോൾ ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, കാരണം ഇത് രണ്ടും ഒരുമിച്ച് കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഈ 9 ഇഞ്ചിൽ നിന്ന് താഴോട്ട് 5.25 ഇഞ്ചിലോട്ടുള്ളത് ഈ ഒരു കേർവ് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് വിട്ടിട്ടില്ലേ, അതും കൂടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ സീം അലവൻസ് വിട്ട് കഴിഞ്ഞിട്ടുള്ള പാർട്ടിൽ നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തത്. പക്ഷേ ഇതിൽ തുണി കുറച്ച് കുറവായിരുന്നു. ഇങ്ങനത്തെ ഈ സൈഡ് പ്ലീറ്റഡ് കുർത്തിയൊക്കെ ചെയ്യാനായിട്ട് 3 മീറ്റർ തുണി വേണം കേട്ടോ. ഞാൻ 2.5 മീറ്റർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെട്ടേണ്ടി വന്നു. ഈ മെയിൻ ഫാബ്രിക്കിൽ ഉള്ള സ്ലീവ്സിന് കിട്ടിയ തുണി എന്ന് പറയുന്നത് കട്ട് പീസ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ. മറ്റേതിനും ലൈനിങ്ങും എനിക്ക് തുണി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എക്സ്ട്രാ തുണി പിടിപ്പിച്ചിട്ടൊക്കെയാണ് അത് തയ്ച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 3 മീറ്റർ തുണി എടുക്കണം കേട്ടോ. അപ്പോൾ ആ സ്ലീവ്സൊക്കെ ഞാൻ ഇതാക്കി എടുത്തു, അറ്റാച്ച് ചെയ്തെടുത്തു ലൈനിങ് ഒക്കെ. അതിനുശേഷം ഒരു യു നെക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് നെക്കാണ്. ബാക്ക് നെക്കിലും ഇതുപോലൊരു തുണി അതിൽ വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അറ്റാച്ച് ചെയ്തതൊന്നും കാണിച്ചിട്ടില്ല, ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ അങ്ങനെ കാണിക്കാൻ നോക്കാം കേട്ടോ. കാണിക്കാൻ നോക്കാം എന്നല്ല, കാണിക്കാം. ഇത് ഫ്രണ്ടാണ്, ഫ്രണ്ടും യൂനെക്കാണ്. അപ്പോൾ ഫ്രണ്ട് ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്ത് ഒരു തുണിയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിൽ പിടിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് ഇപ്പം അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നു. അതിനുശേഷം നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഈ മെയിൻ ഫാബ്രിക് കുറച്ച് നമ്മൾ ആ ഫ്രണ്ട് ഒരു പോർഷൻ ഉണ്ടല്ലോ, 4 ഇത് വെച്ചിട്ട് 4 ഇഞ്ച് വെച്ച് വിട്ട ആ ഭാഗം കുറച്ച് ഇറങ്ങിയിരിക്കും കേട്ടോ, ആ ഫ്രണ്ടും ബാക്കും. അപ്പോൾ അത് രണ്ടും ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടോ. എന്നിട്ട് ഈ 2 സൈഡിലും അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് എല്ലാ വശവും ഞാനിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമ്മുടെ കുർത്തി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ താഴെയുള്ള ഭാഗമെല്ലാം മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇതാണ് നമ്മുടെ സൈഡ് പ്ലീറ്റഡ് കുർത്തിയുടെ പൂർണ്ണ രൂപം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.